മരുപ്പറമ്പിന്റെ മണലാരണ്യത്തെ മലർവാടിയാക്കി മാറ്റാൻ ഒരു നിയോഗം ഇവിടെ കടന്നു വരികയാണ്. 6 അടി മണ്ണിലേക്ക് പച്ചയോടെ പച്ചമണ്ണിലേക്ക് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ ഒരു യുഗത്തിലേക്കാണ്, ആ യുഗത്തിന്റെ മുന്നിലേക്കാണ്, അന്ധകാരത്തിന്റെ വക്താക്കളുടെ മുമ്പിലേക്കാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. എന്നോം അതിൻ്റെ ലഹരിയിൽ ഇന്നെൻ്റെ തുന്തിലതാമനം മൂളിപ്പറക്കണം. അന്നത്തെ അറബിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണത്. എന്ത് വന്നാലും ശരി, മദ്യമില്ലാതെ ജീവിതമില്ല. മദ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വചനം. മദ്യമുള്ള ജീവിതം സ്വർഗസമാനമാണ്. അതുകൊണ്ട് ഭൗതിക ലോകത്ത് പറുദീസ പണിയാൻ എനിക്ക് മദ്യം വേണം, പിന്നെ സ്ത്രീ വേണം, പിന്നെ യുദ്ധം വേണം എന്ന് തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കവിത പാടിപ്പോയ അറബിയാൻ. ചിന്താസുന്ദര കാവ്യവും ലഘുതരം ഭോജ്യങ്ങളും ചിന്തിപ്പൂവും പദ പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും കാന്തേന്നരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹാ സ്വർലോകമാണോ മലേ എന്ന് പണ്ട് മധുരോത്സവം എന്ന് പറയുന്ന റുബായിയാത്തിൽ നിന്നുള്ള കവിതയെ ഭാഷാന്തരം ചെയ്തിട്ട് മലയാളത്തിൻ്റെ മഹാകവിയായ MP അപ്പൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടയിലേക്കൊരു പ്രബോധകൻ കടന്നു വരുമ്പോൾ ആ പ്രബോധകൻ്റെ ഇടയിലുണ്ടായി മുന്നിലുണ്ടായി കൊണ്ടിരിക്കുന്ന വൈതരണികൾ എന്തൊക്കെ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണം, പ്രതിബന്ധങ്ങളെ തൃണവൽക്കരിക്കണം, മനുഷ്യത്വത്തെ പഠിപ്പിച്ചു കൊടുക്കണം. ആർദ്രതയാണ് കരണീയം എന്ന് അന്ധകാരത്തിൻ്റെ ഉപാസകരായ ജനങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് കർത്തവ്യങ്ങളാണ്. ആ കർത്തവ്യങ്ങൾക്കിടയിലേക്കാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എവിടെയും അങ്ങ് കാരുണ്യവാൻ, എവിടെയും അങ്ങ് ആദരവാൻ, എവിടെയും അങ്ങ് മാതൃകയാൻ. അതുകൊണ്ട് പരിശുദ്ധ റസൂലേ, അങ്ങ് വിറക് ശേഖരിച്ച ഒരു സാധാരണക്കാരൻ്റെ ജീവിതം നയിച്ച തൊഴിലാളിയാൻ, അങ്ങ് വിപ്ലവകാരിയാൻ, അങ്ങ് സ്ത്രീ വർഗത്തിൻ്റെ വിമോചകനാൻ, അങ്ങ് മനുഷ്യത്വത്തിൻ്റെ സംവിധായകനാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളെ പരിചയപ്പെടുത്തി. അയൽപ്പക്കത്തെപ്പറ്റി അവിടെ നിന്നൊരു ഘട്ടത്തിൽ വാചാലനാവുകയാണ്. പരിശുദ്ധ റസൂല് വന്നിട്ട് പറഞ്ഞു സഹാബത്തിനോട്, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. ജിബ്രീൽ വന്നിട്ട് എന്നോട് അയൽവാസിയോട് പെരുമാറേണ്ട മര്യാദകളെപ്പറ്റി ഒരു ദിവസം പഠിപ്പിച്ചു തന്നപ്പോൾ സഹാബ ഹത്താ ഖശീതു അന്നഹു സയുവരിസു, ഇനി അയൽവാസിയും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അനന്തര സ്വത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ അടം പിടിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് വരെ ജിബ്രീൽ മൊഴിഞ്ഞു വന്ന വാക്കിനെ അതേപടി സഹാബത്തിന് പകർത്തി കൊടുത്തിട്ട് അയൽപ്പക്ക ബന്ധത്തിന്റെ ദാർശനികമായ സൗഹൃദപരമായ മണ്ഡലങ്ങളെ അവിടെ നിന്ന് പഠിപ്പിച്ചു പോയി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ലാളിത്യത്തിന്റെ പരിപാലകനായിരുന്ന പരിശുദ്ധ റസൂലേ, യഅ്മുറു അസ്ഹാബഹു ബിൽ മശ്യി അമാമഹു. പരിശുദ്ധ സഹാബികൾ പറയാൻ, ഞങ്ങളോട്, അവിടുത്തെ ശിഷ്യന്മാരായ ഞങ്ങളോട് ഗുരുവായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലും കൽപ്പിക്കാറുണ്ടായിരുന്നു, ബിൽ മശ്യി അമാമഹു. ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ നടക്ക് എന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലും ഞങ്ങൾ അവിടെ നിന്ന് മുന്നിൽ നടത്തിയിട്ടുണ്ട് എന്ന് സഹാബികൾ പറയാൻ. അങ്ങ് പണാധിപത്യമില്ലാത്ത പാപങ്ങളുടെ കൂട്ടത്തിലായിരുന്നു പരിശുദ്ധ റസൂലേ. സഹാബികൾ പറയാൻ, ലാ യബീതു ഇൻദഹു ദീനാറും വലാ ദിർഹം. ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ കയ്യിൽ കൂടുതൽ ദീനാർ ദിർഹമുകൾ കടന്നു വന്നിട്ടില്ല. മഹു മഹർ മേ തേരി റോഷിനി ബർബഹർ മേ തേരി റോഷിനി हुई खत्म तुझसे पयंबरी नहीं तुझसे तेरे सिवा कोई न फसील है न महल सरा तेरे फुर्श भी वही भूरियाम. അങ്ങ് കൊട്ടാരം വിട്ട് കൊട്ടാരത്തിലേക്ക് കടന്നുപോയ രാജാവായിരുന്നില്ല പരിശുദ്ധ റസൂലേ.
തെരെ ഫുർശി ബി വഹിബോരിയാം, അവിടുത്തെ നീളം കുപ്പായം പോലും പലപ്പോഴും അങ്ങിങ്ങ് കീറിപ്പറിഞ്ഞതായിരുന്നു എന്ന്. ഒരു ദിവസം പരിശുദ്ധ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയതിന്റെ ശേഷം ഒരുപാട് കാലങ്ങൾ മാസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് അലിയാരി തങ്ങളെ വിളിച്ചിട്ട് സഹാബികൾ പറയാൻ, പരിശുദ്ധ അലി അങ്ങ് ലോകനായകന്റെ മരുമകനാൻ, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ഞാനാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാൻ ഒരു കവാടമുണ്ടെങ്കിൽ ആ കവാടമാണ് സയ്യിദുന അലി എന്ന് 1,24,000 പരം സഹാബത്തിന്റെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് പരിശുദ്ധ റസൂല് പറഞ്ഞത്. ആ അലിയാരുടെ അടുക്കലേക്കാണ് സഹാബികൾ കടന്നുപോയത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, അങ്ങ് ഫാത്തിമാന്റെ ഭർത്താവാൻ, അങ്ങ് പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട മരുമകനാൻ. അതുകൊണ്ട് അലി, ഫാത്തിമാന്റെ വീട്ടിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച ഖമീസ് ഉണ്ട് എങ്കിൽ അതൊന്ന് മദീനയിലെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. ഒന്നുകൂടി സഹാബത്തിന് പ്രദർശനം നടത്തണം. അതാ സഹാബത്തിനൊന്ന് തൊട്ട് നോക്കാനാൻ, അതാ സഹാബത്തിനൊന്ന് സ്പർശനം നടത്തി നോക്കാനാൻ. സഹാബത്തിന്റെ അദമ്യമായ അനുരാഗത്തിന്റെ ഭാഗമായിട്ടുള്ള അഭിലാഷം മാനിച്ച്, അപേക്ഷ മാനിച്ച് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമാന്റെ വീട്ടിലേക്ക്, അലിയാരി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നുപോയി. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ നീളം കുപ്പായം മദീനയുടെ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. സഹാബികൾ അത് കാണാൻ അലി റളിയല്ലാഹു അൻഹു ആ കുപ്പായത്തെ പ്രദർശിപ്പിച്ചു കൊടുക്കുമ്പോ ഒരുപാട് ഭാഗങ്ങളിൽ പിങ്ങിപ്പറിഞ്ഞതാണ്. തെരെ ഫുർശ് ബി വഹിബൂരിയാം, അങ്ങ് കിടക്കാൻ ഉപയോഗിച്ചു പോയ മെത്ത പോലും ഈത്തപ്പനയുടെ പരിപരുത്ത ഓരയായിരുന്നു എന്ന് സഹാബികൾ ലോകത്തിന്റെ മുമ്പിൽ വിളംബരം നടത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ലാളിത്യം പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ ആ മാർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. കാന യഹ്ലുബു ശാതഹു വയഖുമ്മു ബൈതഹു. സഹാബികൾ പറയാൻ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആടിനെ കറക്കാറുണ്ടായിരുന്നു എന്ന്. ആയിഷ ബീബിയുടെ വീട്ടിലാണെങ്കിൽ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ്, ഇബാദത്ത് കഴിഞ്ഞ്, പരിശുദ്ധ ഖുർആനിന്റെ വേദസൂക്തികളെ പാരായണം ചെയ്യുന്ന കർമ്മം കഴിഞ്ഞ് തൻ്റെ പ്രാഥമിക കർമ്മങ്ങളിൽ നിന്നെല്ലാം വിരാമം കുറിച്ചതിൻ്റെ ശേഷം അതേ പ്രഭാതത്തിൽ ഒരു കാലിയായ പാത്രം എടുത്ത് എൻ്റെ ഭർത്താവ് ആടിനെ കെട്ടിയിട്ട് ആലയിലേക്ക് പോയിട്ട് ഇരിക്കുന്നതും ആടിനെ കറക്കുന്നതും ഞങ്ങൾ കാണാറുണ്ട്. സിംപ്ലിസിറ്റി ഓഫ് ലൈഫ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലാളിത്യം എന്ത് എന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. If they respect you, please respect them. If they disrespect you, still respect them, because you respect yourself, not others. മറ്റുള്ളവർ നിന്നെ ആദരിച്ചാൽ തിരിച്ച് നീ അവരെ ആദരിക്കണം. മറ്റുള്ളവർ നിന്നെ അനാദരിക്കുകയാണെങ്കിൽ അപ്പോഴും സ്റ്റിൽ തിരിച്ചവരെ ആദരിക്കണം. ബിക്കോസ് യു റെസ്പെക്ട് യുവർസെൽഫ്, നോട്ട് അതേഴ്സ്. നീ ആദരിക്കുന്നത് നിന്റെ വ്യക്തിത്വത്തെയാണ്, മറ്റുള്ളവരെയല്ല. അതുകൊണ്ട് സ്വന്തം വ്യക്തിത്വത്തെ ആദരിക്കുന്നതിന് തുല്യമാണ് മറ്റുള്ളവരെ ആദരിക്കൽ. ആ മാന്യത ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച പരിശുദ്ധ പരിഷ്കർത്താവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയുടെ പാരമ്യതയിലേക്കാണ് കടന്നുപോയിരുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, യമറു അലൈഹിൽ ഹിലാൽ ഫുമ്മൽ ഹിലാൽ ഫുമ്മൽ ഹിലാൽ. എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലൂടെ ഒരു മാസം കഴിഞ്ഞു പോകും, അടുത്ത മാസത്തിൻ്റെ വിളംബരം മുഴക്കുന്ന ചന്ദ്രനും കഴിഞ്ഞു പോകും, മൂന്നാമത്തെ മാസത്തിൻ്റെ വിളംബരം മുഴക്കുന്ന ചന്ദ്രക്കലയും ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ട് പിന്നെ അത് മാഞ്ഞു പോകുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ 3 മാസം പരിശുദ്ധ ഭർത്താവിൻ്റെ മുമ്പിലൂടെ കൊഴിഞ്ഞു പോകുന്നതാണ്. എന്നിട്ടും അവിടുത്തെ അടുക്കളയിൽ അഗ്നി പുകഞ്ഞിട്ടില്ലായിരുന്നു, അവിടുത്തെ അടുപ്പിൽ തീ കൂട്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ അടുക്കളയുടെ വർത്തമാനമാണിത്.
ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു ഘട്ടത്തിൽ പറയുകയാണ്, ജാഅത് ഇലയ്യ ഇംറഅത്തുൻ, എൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്, വമഅഹാ ഇബ്നതാനി ലഹാ തസ്അൽ, ആ സ്ത്രീയുടെ കൂടെ 2 പെൺമക്കളുണ്ട്. തസ്അൽ, ആ പെണ്ണ് വന്നിട്ട് യാചന നടത്തുകയാണ്. ആ പെണ്ണിന്റെ കൂടെയുള്ള 2 പെൺമക്കൾ അതേ സ്ത്രീയുടെ മക്കളാണ്. ആ പെണ്ണാണെങ്കിൽ വിധവയാൻ. അപ്പ ആ പെണ്ണിന്റെ കയ്യിലുള്ള 2 മക്കളും അനാഥരാൻ. ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഒരു പെണ്ണ് ബാപ്പ മരിച്ചുപോയ യതീമായ 2 മക്കളെയും കയ്യിൽ പിടിച്ച് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ പ്രിയ പത്നിയായ ആയിഷ ബീവി പണിയെടുക്കുന്ന അടുക്കളയുടെ ഉമ്മറത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, തസ്അൽ, യാചന നടത്തുകയാണ്, വല്ലതും തരണേ ആയിഷ, എൻ്റെ കുഞ്ഞുമക്കള് പട്ടിണിയുടെ പേക്കോലങ്ങളാൻ, ഒട്ടിയ വയറുമായി, ജടകുത്തിയ മുടിയുമായി, കുടിഞ്ഞ കണ്ണുമായി പരിശുദ്ധ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ അടുക്കളയുടെ മുമ്പിലേക്ക് കടന്നു വന്നത് വൈദവ്യത്തിന്റെ ഭാരം പേറിയ ഒരു പെണ്ണാൻ. ആ പെണ്ണിന്റെ കയ്യിലാണ് അനാഥത്വത്തിന്റെ ഭാരം പേറിയ 2 പെൺമക്കൾ കൂടിയുള്ളത്. ആയിഷ ബീബി കഥ പറയുകയാണ്, ഫമാ വജത്തു ഇൻദി ഗൈറ തംറത്തിൻ വാഹിദ, എൻ്റെ അടുക്കൽ അനാഥരായ പെണ്ണിന്റെ കയ്യിലുള്ള 2 മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ ആകെ എനിക്ക് എത്തിക്കാൻ സാധിച്ചത് ഒറ്റക്കാരക്കയാണ്. ഒറ്റക്കാരക്ക. അപ്പൊ റസൂലുള്ളാഹിന്റെ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ ഊക്കെത്രയാണ്. അപ്പൊ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ വീട്ടിലെ ഏറ്റവും വലിയ ദൈന്യതയുടെ ചിത്രമാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതാണ് പറഞ്ഞത്, അങ്ങയുടെ കുപ്പായം, അങ്ങയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ഒറ്റ വസ്ത്രം, അത് തന്നെ അങ്ങുമിങ്ങും പിങ്ങിപ്പറിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ലോകത്തെ ഔന്നത്യത്തിന്റെ മേഖല പഠിപ്പിച്ചു. ലൈസ ശദീദു ബിസ്സുറഅ വലാകിന്ന ശദീദ് മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരാണ് മല്ലൻ, ആരാണ് ശക്തൻ? ന്യായങ്ങളുടെ കോടതിയാണ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോടതികൾ. ഒന്നും സത്യത്തിന്റെ കോടതികളല്ല. ഏത് വിധി പ്രസ്താവം നടത്തുന്നതും കോടതി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ന്യായങ്ങളുടെ കോടതി, സത്യത്തിന്റെ കോടതി ഒന്ന് മാത്രമാണ്. അത് ഉടയ തമ്പുരാന്റെ കോടതിയാണ്. മാലിക് യൗമിദ്ദീൻ, വിധി പറയുന്ന നാളിന്റെ ഉടമസ്ഥനായ തമ്പുരാനെ, നീയാണ് സത്യത്തിന്റെ കോടതി. ആ റബ്ബിനെ പേടിക്കാൻ ഇവിടെ നിന്ന് പറയുകയാൻ. ആരോട്? മേലോട്ട് നോക്കിയാൽ നീല ആകാശം, താഴെ നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന മരുപ്പറമ്പാൻ. തങ്ങളുടെ കൈകളിൽ ഒട്ടകത്തെ തെളിക്കുന്ന ചാട്ടവാറല്ലാതെ എൻ്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് ലോകത്തോട് നാഴികയ്ക്ക് 40 പ്രാവശ്യം സർവിത സർവണം ചെയ്തുകൊണ്ട് പറഞ്ഞ കാട്ടറബിയുടെ മുമ്പിൽ വന്നിട്ടാൻ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ശാസ്ത്രീയമായ സത്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏത് മേഖലയിലാണ് അവിടെ നിന്ന് കൈവക്കാതിരുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ കമിതാക്കളാണ്. ഐ, യു, ഹി, ഷീ, വി all are lovers in the garden of silence. മൗനത്തിൻ്റെ പൂന്തോപ്പിൽ നമ്മളൊക്കെ കമിതാക്കളാണ്. ഒറ്റ ലക്ഷ്യം, ഒറ്റ കാമുകൻ. അതാണ് ഇന്നിൽ തീയാറി ഹസ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം. ഹറമിന്റെ മണ്ണിലേക്ക് പോകാൻ കഴിയാത്ത കാമുകനായ പരിശുദ്ധ റസൂലിന്റെ കമിതാവ് ഇവിടെ നിന്ന് കവിത പാടുകയാണ്. പ്രഭാത നേരത്തെ തന്നെ തഴുകിത്തലോടിയ മന്ദമാരുതനോടാണ് ആ കവിത. മാരുത, നിനക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമില്ല, ഇമിഗ്രേഷൻ ക്ലിയറൻസിന്റെ പ്രശ്നങ്ങളില്ല, ദൂരെ താണ്ടുന്നതിന്റെ നിയമത്തിന്റെ തടസ്സങ്ങളില്ല. അതുകൊണ്ട് നീ ഒന്ന് ഹറമിന്റെ മണ്ണിലേക്ക് കടന്നു പോകുമോ? ഞാനവിടെ പോയാൽ എന്ത് ചെയ്യണം എന്ന് കാറ്റ് ഇങ്ങോട്ട് പറയുമ്പോൾ സങ്കല്പിച്ചുകൊണ്ട് കവി, കാമുകനായ കവി അങ്ങോട്ട് കാറ്റിനോട് തന്നെ പറയുകയാണ്, ബല്ലിഗ സലാമി റൗളതൻ ഫിഹൻ നബിയുൽ മുഹ്തറം. എൻ്റെ സലാം അവിടെ എത്തിക്കാനാണ്. മൗലൂദിനെ പറ്റി മഹാനായ തങ്ങൾ ഇവിടെ പറഞ്ഞു. എന്താണ് മൗലൂദിൻ്റെ കണ്ടന്റ്? നമ്മൾ മലയാളത്തിൽ അള്ളാൻ്റെ റസൂലിൻ്റെ അപദാനമായിട്ട് വാഴ്ത്തുന്ന ഒരു പ്രകീർത്തനം മലയാള ഭാഷയിൽ നമ്മളൊന്ന് രചിച്ചിട്ട് നമ്മളൊന്ന് പാടിക്കഴിഞ്ഞാൽ അത് മൗലൂദാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ?
ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. വമരീളൻ അൻത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി. വല്ല രോഗിയെ അങ്ങ് സന്ദർശിച്ചാൽ അവനെ മരുന്ന് വേണ്ട നബിയേ. ശരിക്കും നമ്മൾ ആദ്യം പാടിയ ആ ബൈത്തിൻ്റെ നേരെ മലയാളമാണ്. പക്ഷേ ആ മലയാളവും മൗലൂദാണ്, നേരത്തെ പരാമർശിക്കപ്പെട്ട അറബിയും മൗലൂദാണ്. ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാരൻ രാജ്യം കീഴടക്കുന്ന നേരത്തെ അന്ന് കൊടുത്തിരുന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഏതൊരു മുസ്ലിമിനെ വഴിയിൽ കണ്ടാലും അവനെ കൊലപ്പെടുത്തണം. മുസ്ലിമിനെ കൊല്ലാൻ രാവിലെ വാളെടുത്തിട്ട് രാവിലെ മുതൽ റോന്ത് ചുറ്റുന്ന ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാരൻ ഡ്യൂട്ടി മതിയാക്കി വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലാണ് എതിർദിശയിലൂടെ ഒരു മുസ്ലിം കടന്നു വരുന്നത്. നീ ആരാൻ? ഞാനൊരു മനുഷ്യനാൻ. നിന്റെ മതമേതാൻ? ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞപ്പോ ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാരൻ പറയാണ്, എന്നാൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, അല്പനേരം എന്നെ ഇവിടെ കാത്തിരിക്കണം. എൻ്റെ വാള് രാജാവിൻ്റെ കൊട്ടാരത്തിലെ റൂമിലാൻ. എൻ്റെ രാജാവിൻ്റെ ഓർഡറാൻ ഈ രാജ്യത്തൊരു മുസ്ലിമിനെ കണ്ടാൽ വെട്ടിക്കൊലപ്പെടുത്തണം എന്നുള്ളത്. അതുകൊണ്ട് സഹോദര, കൊട്ടാരത്തിൻ്റെ റൂമിൽ പോയിട്ട് വാളെടുത്ത് കൊണ്ടുവരുന്നത് വരെ എന്നെ ഇവിടെ കാത്തിരിക്കണം. എന്നിട്ടോ ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാരൻ കൊട്ടാര വളപ്പിൽ പോയി വാള് കൊണ്ടുവരുന്നത് വരെ ഈ പൊട്ടനായ മുസ്ലിം കാത്തു നിന്നോ. ചരിത്രകാരൻ പറയാൻ, ഒന്ന് ഓടിപ്പോകാനുള്ള ധൈര്യം പോലും ചോർന്നു പോയ മസ്തിഷ്കം മരവിച്ച മുസ്ലിം എന്ന മുസ്ലിമിനെ പറ്റി ചരിത്രം രേഖപ്പെടുത്തി. നമ്മൾ മസ്തിഷ്കം മരവിച്ചവരും മരിച്ചവരുമായി മാറാൻ പാടില്ല. നമ്മുടെ കുട്ടികളുണ്ട് ഇവിടെ, ഇതൊരു അസറ്റാണ്. കാരണന്മാർ പറയാറുണ്ട്, വിത്തെടുത്ത് ചോറിക്കാൻ പാടില്ല. നമ്മുടെ അസറ്റാണ്. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. അതുകൊണ്ട് മുസ്ലിം ഏരിയകളൊക്കെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു രീതി. പണ്ട് ഗല്ലി 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 എന്ന് പറഞ്ഞത് ഇപ്പോൾ ഹള്ളി 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 എന്നുള്ള രീതിയിൽ ബാംഗ്ലൂരിൻ്റെ പല ദിക്കുകളിലും വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സൈഡുകളിലും അല്ലെങ്കിൽ ആ കവലകളിലും അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന മുസ്ലിംകളുടെ ചരിത്ര പശ്ചാത്തലം, വിദ്യാഭ്യാസ പശ്ചാത്തലം ഞാനും നിങ്ങളൊക്കെ പിന്നെ ചിന്തിക്കേണ്ട ആളുകളാണ്. അല്ലാഹു തആല കേരളത്തിൽ പിറന്നതിൻ്റെ പേരിലും കേരളവുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിലും ഇസ്ലാമുമായിട്ടും വിദ്യയുമായിട്ടൊക്കെ അവബോധം തന്നതിൻ്റെ പേരിലാണ് നിങ്ങളൊക്കെ പ്രബുദ്ധമായൊരു സംഘടനയുടെ സദസ്സിൽ ഇത്രയും അന്തസ്സോടുകൂടെ ഇരിക്കുന്നത്. ഇത് പകർന്നു കൊടുക്കണം. ലബ് പേ ആതി ഹെ ദുആ ബൻകേ തമന്നാ മേരി. എൻ്റെ പ്രാർത്ഥന എന്താണ്? ജിന്ദഗി ശംകി സൂറത്ത് ഹോ ഖുദായാ മേരി. എൻ്റെ ജീവിതം ഒരു മെഴുകുതിരിയാവട്ട തമ്പുരാനെ. മെഴുകുതിരിക്ക് രണ്ട് റോളാൻ. ഒന്ന് സ്വയം ജ്വലിക്കുകയാൻ, മറ്റൊന്ന് അന്ധകാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കാൻ അതിൻ്റെ ശരീരത്തെ തന്നെ ബലി കഴിക്കുകയാൻ. ഈ മെഴുകുതിരിയെ നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കൂല. ജിന്ദഗി ശംകി സൂറത്ത് ഹോ ഖുദായാ മേരി. അതുകൊണ്ട് തമ്പുരാനെ, എൻ്റെ ജീവിതം മെഴുകുതിരി പോലെയാകണം എന്ന് കവിത പാടിയ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ കവിതയിലുള്ള ഒരു കുട്ടി, ആ കുട്ടി ഒരു കഥാപാത്രമാണ്. ആ കുട്ടി ഒരു റോൾ മോഡലാണ് നമ്മുടെ കുട്ടികളുടെ മക്കളുടെ മുമ്പിൽ. ദൂർ ദുനിയാ ക മേരെ ദം സേ അന്ധേരാ ഹോനാ, मेरे सबब से दुनिया के सारे अंधेरा दूर होना चाहिए. मेरे सबब से मेरे दिल के अंदर जो अल्लाह के इल्म, इरफानियत के इल्म है, वो मेरे कल्ब के अंदर निशस्त है. तो इसीलिए इसी सबब से दूर दुनिया का मेरे दम से अंधेरा हो जाए, हर जगह मेरे चमकने से उजाला हो जाए. അങ്ങനെ ഞാൻ പ്രകാശിക്കുമ്പോൾ ലോകം മുഴുവൻ എൻ്റെ പ്രകാശം കൊണ്ട് ഒളി മങ്ങാതെ കിടക്കണം. സത്യത്തിൻ്റെ കോടതിയായ പരിശുദ്ധ തമ്പുരാൻ്റെ കോടതി വരാനുണ്ട് എന്ന വിശ്വാസം. അന്നഹു മർറ ബിസുബറത്തി തുആമിൻ. മദീനയിലെ ഒരു അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ നടന്നു പോകാൻ, നിസ്കാരമെല്ലാം കഴിഞ്ഞു, സഹാബത്ത് കൂടെയുണ്ട്. സഹാബത്തിനെ കൂട്ടി നബി തങ്ങൾ ഇങ്ങനെ മരിപ്പറമ്പിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരുടെ കടകൾക്ക് മുന്നിലൂടെ നടന്നു പോകാൻ. അതിൻ്റെ ഇടയിൽ ധാന്യങ്ങൾ, ഷൈർ, ബാർലി പോലെയുള്ള ഭക്ഷണത്തിൻ്റെ ധാന്യങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരൻ്റെ കടയിലേക്ക് പരിശുദ്ധ റസൂല് പരിശോധനയ്ക്ക് വേണ്ടി കയറുകയാണ്.
അന്നഹു മർറ ബിസുബറതി തആമിൻ, ഭക്ഷണത്തിന്റെ ധാന്യം വെച്ച ഒരു കടയുടെ പരിസരത്തേക്ക് പരിശുദ്ധ റസൂൽ നടന്നു പോവുകയാണ്. ഫഅദ്ഖല യദഹു ഫീഹാ, നബിതങ്ങൾ അവിടുത്തെ കമീസിന്റെ കുപ്പായത്തിന്റെ കൈ അങ്ങോട്ട് കയറ്റി അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ ആ ധാന്യത്തിന്റെ ചാക്കിലേക്ക് താഴേക്ക് പൂഴ്ത്തി കൊണ്ടുപോവുകയാണ്. താഴേക്ക് കൊണ്ടുപോയി ഫനാലത്ത് അസാബിഅഹുൽ ബലൽ, അപ്പൊ നബിതങ്ങളുടെ കൈ നനഞ്ഞു. മുകളിലൊക്കെ നല്ല ഉണങ്ങിയ ധാന്യമാണ്. പക്ഷേ നബിതങ്ങൾ കയ്യിനെങ്ങനെ താഴേക്ക് കൊണ്ടുപോയപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൈകൾ നനയുകയാണ്. ഫഅഖറജ യദഹു, ഉടനെ തന്നെ നബിതങ്ങൾ ആ കയ്യിനെ പുറത്തെടുക്കുകയാണ്. ഫഖാൽ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ ഹാദാ യാ സ്വാഹിബത്താം, അല്ല ഷോപ്പ് കീപ്പർ ഇതെന്താണ്, അല്ല കച്ചവടക്കാരാ ഇതെന്താണ്? മുഹമ്മദിന്റെ കൈകൾ ചാക്കിന്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് നനഞ്ഞു പോയത്. ഇതിന്റെ പുറമെ മുഴുവൻ നല്ല ഉണങ്ങിയ ധാന്യമാണ്. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, കടക്കാരൻ പറയുകയാണ്, അസ്വാബത്തുഹുസ്സമാഉ യാ റസൂലല്ലാഹ്, അത് ഇന്നലെ മഴ പെയ്തതാണ് പരിശുദ്ധ റസൂലേ, ഇന്നലെ മഴ പെയ്തതാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദരാ, മഴ ഞാനും കണ്ടതാണ്, ഞാനും ഈ നാട്ടുകാരനാണ്. ഇന്നലെ മരിപ്പറമ്പിൽ മഴ പെയ്തു എന്നത് മുഹമ്മദും കണ്ടതാണ്, അനുഭവിച്ചതാണ്. എന്റെ ചോദ്യം അതല്ല, അഫലാ ജഅൽതഹു ഫൗഖ തആം, അങ്ങനെ ഇന്നലെ മഴ പെയ്തിട്ടാണ് നിന്റെ ധാന്യം നനഞ്ഞു പോയത് എങ്കിൽ ആ നനഞ്ഞ ധാന്യം നിനക്ക് എന്തുകൊണ്ട് ഈ ചാക്കിന്റെ മുകളിൽ വെച്ചുകൂടായിരുന്നോ സഹോദര? അതുകൊണ്ട് മൻ ഗശ്ശാ ലൈസ മിന്നാ, ആരാണ് കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നത് അവർ നമ്മളിൽ പെട്ടവരല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നേരായ ഋജുവായ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒക്കെ കൃത്യതയുടെ നിലപാട് തങ്ങൾ ഉസ്താദ് അവിടെ പറയുകയുണ്ടായി. ആ കൃത്യതയുടെ നിലപാട് തന്നെയാണ് ജീവിതത്തിൻ്റെ നിലപാട് എന്നത് പരിശുദ്ധ റസൂൽ അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചെന്നതാണ്. അതുകൊണ്ടല്ലേ ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് ഒരു വഫ്ദ് കടന്നു വന്നു, ചോദിച്ചു എന്തായിരുന്നു അവിടുത്തെ സ്വഭാവം? വകാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു, നിങ്ങൾക്ക് പോകാം. 1000 ആണ്ട് ചിന്തിച്ചാൽ പിടുത്തം കിട്ടോ എന്തായിരുന്നു ആ വാക്കിന്റെ അർത്ഥം? അർത്ഥം പിന്നെയും കണ്ടെത്തണം, അർത്ഥം പിന്നെയും കണ്ടെത്തണം. വകാന ഖുലുഖുൽ ഖുർആൻ. ഇന്ന് നമ്മുടെ ഏത് മേഖലയും അങ്ങനെയാണ്. കൃത്രിമങ്ങളുടെ, ആർട്ടിഫിഷ്യാലിറ്റിയുടെ ഒരു ലോകമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും റിയാലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. ഹഖീഖത്ത് ചുപ് നഹി സക്തി ബിനാവട്ട് കി ഉസൂലോं से खुशबू आ नहीं सकती कागज की फूलों से, कागज की फूलों, കടലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട एक कागज से हम नीला फूल, लाल कलर फूल, सफेद कलർ फूल, രംഗീല മനോഹരമായ ഒരുപാട് പുഷ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഹർഗിസ് ഖുശ്ബൂ നഹീ ദേതാ ഹൈ, ഒരിക്കലും അത് സുഗന്ധം, നാസാരന്ധ്രങ്ങൾക്ക് സുഗന്ധം തരുന്നില്ല. കാരണം എന്താണ്? അത് കൃത്രിമത്വമാണ്. കടലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പൂക്കൾ അത് കൃത്രിമത്വത്തിന്റെ അടയാളങ്ങളാണ്. ഹഖീഖത്ത് ചുപ് നഹീ സക്തി ബിനാവട്ട് കി ഉസൂലോं से, അതുകൊണ്ട് കൃത്രിമത്വങ്ങളെ മറയാക്കി യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കാൻ പാടില്ല. കാരണം കടലാസ് പൂക്കൾ സുഗന്ധം തരൂല. സുഗന്ധം തരുന്ന പൂവാണെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകുന്നതാണ്. അതിന് നൈർമൂല്യമായ ഒരു പൂവായിരിക്കും, പക്ഷെ അത് വാടിപ്പോകും. അതിൻ്റെ അർത്ഥം പ്രൗഢി ശ്രീഭൂവിൽ അസ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ ആഹാരമിച്ചു ചെറുലൂതകളാശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദുകൂലം. നിഹാർദ്രയായുടനുഷസ്സു മണിഞ്ഞു നിന്മേൽ നിഹാര ശീകര മനോഹര മന്ധ്യഹാരം. ഇത് ദുനിയാവാൻ. ആശാൻ ഓഫീസിലേക്ക് കടന്നു പോകുമ്പോ കുമാരൻ ആശാൻ കണ്ടത് മാതാവിന്റെ മടിത്തട്ടില് പരിലാസം തൂക്കി നിൽക്കുന്ന പുഷ്കലമായ പൂവിനെയാണ്. തിരിച്ചു പോരുമ്പോ കണ്ടത് മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് ഞെട്ടറ്റ് താഴെ വീണ് ഉറുമ്പരിച്ച് ചിലന്തി വലനെയ്ത് ഒന്നുമല്ലാതെ നശ്വരതയുടെ പര്യായം മാറിയിരിക്കുകയാണ് വീണ പൂവ്. അതുകൊണ്ട് സ്ത്രീ ഐശ്വര്യം എന്ന് പറയുന്നത് ഭൂവിൽ അസ്ഥിര, ഈ ഭൂമിയിൽ സ്ഥിരമല്ല. അത് തന്നെയാണ് ദുനിയാവിന്റെ പാഠം. മനുഷ്യൻ മാത്രമാണോ? എല്ലാ ജീവജാലങ്ങളും ദുനിയാവിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പ്രകൃതത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് റബീഅ് നമുക്ക് നൽകുന്ന സന്ദേശം.